വർഷക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ഇന്നും അഭിമാനത്തോടുകൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഭിമാനത്തോടുകൂടി അതിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശതാബ്ദി സന്ദേശയാത്ര നടത്തിയപ്പോ, തഹിയ്യ ഫണ്ട് ശേഖരണം നടത്തിയപ്പോ, ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഖപത്രമായ കഴിഞ്ഞ 10-12 വർഷമായി സുപ്രഭാതം ദിനപത്രം കേരളത്തിന്റെ ജനകീയമായ ഒരു പത്രമായിട്ട് വളർന്നു വന്നപ്പോ സ്വാഭാവികമായും കേരളത്തിൽ ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത നിർണായകമായ ഒരു ഘടകവും ശക്തിയുമായി ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പ്രാസ്ഥാനികമായ പ്രവർത്തനങ്ങളും സംഘടനാ സംരംഭങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ചെറുതാക്കാൻ, അതിനെ കൊച്ചാക്കാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്വാഭാവികമാണ്. അത്തരം തെറ്റിദ്ധാരണകളിലും വ്യാജ പ്രചരണങ്ങളിലുമൊന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വഞ്ചിതരാവരുത് എന്ന് വളരെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു. അത്തരം തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകൾ കൃത്യമായി അതിന്റെ എല്ലാം നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തിരിച്ചറിയണമെന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പക്വതയുള്ള ഒരു നേതൃത്വമുണ്ട്, അതിനൊരു പ്രസിഡന്റ് ഉണ്ട്, അതിന് മുഷാവറയുണ്ട്, അതിന് സംഘടനാ സംവിധാനമുണ്ട്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതിന്റെ നേതൃത്വത്തിനറിയാം. അതിൽ നിന്ന് ആരെടുത്ത് പുറത്തിടണം, ആരെടുത്ത് അകത്തിടണമെന്നും ആരും പുറമെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അങ്ങനെ പുറത്താക്കാനും അകത്താക്കാനും ഒക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ടാവും ഗ്രൗണ്ടുകളിൽ, അവിടെ പോയി അമ്പയർമാരായി നിൽക്കുക എന്നല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടാൻ ആരും വരേണ്ടതില്ല എന്ന് സമസ്തയുടെ എളിയ പ്രവർത്തകരായ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അത്രയും ആത്മാഭിമാനത്തോടുകൂടി തലയെടുപ്പോടുകൂടി നിലനിൽക്കുന്ന ഒരു ഉജ്ജ്വലമായ നേതൃത്വം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ, നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കുടുംബജീവിതം ഉൾപ്പെടെ, വ്യക്തിപരമായ ജീവിതം ഉൾപ്പെടെ ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ തർബിയത്തിലായി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനാവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും എല്ലാം എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ മനുഷ്യജാലിക